മുല കൂടി മാറി മിണ്ടാൻ തുടങ്ങിയപ്പോൾ മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ ആയിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല, അതിനുള്ള ബുദ്ധി ഉറച്ചിട്ടില്ല. അമ്മ ഇതൊക്കെ വായിച്ചുണ്ടോ സഖാവേ? ഞാൻ വായിച്ചിട്ടില്ല, വായിച്ചു കേട്ടിട്ടുണ്ട്, വിശദീകരിച്ചും തന്നു. നിന്റെ അച്ഛൻ നിന്നെ പ്രസവിക്കുന്നതിന് കുറച്ചുനാൾ മുമ്പ് മോൻ ഗർഭപാത്രത്തിൽ നിന്നേ തുടങ്ങട്ടെന്നായിരുന്നു വാചകം. വളർന്ന് വലുതായി ഉജാലെ മുങ്ങി നിൽക്കല്ലേ സഖാവ് മകൻ. കുഞ്ഞായിരിക്കുമ്പോ അപ്പി വാരി കളിക്കും, വളർന്നാ ചെയ്യാറില്ലല്ലോ. തന്തയ്ക്ക് പറക്കാത്തവൻ. ഈ വാചകം അമ്മ മാറ്റി പറയുന്ന ദിവസം ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് പറയും ഞാൻ. ഒരു ലാൽ സലാം. എന്തൊക്കെയായിരുന്നു കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. GDP പീഡിപ്പിക്കാനാ അവർ ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പോലീസുകാരെ വെച്ച് എന്തുണ്ടാക്കാനാ? ഇങ്ങോട്ടാ, ആലമാരയിൽ ടോർച്ചുണ്ട്, അതിങ്ങെടുക്ക്. ഇത്രയും ബന്ധമുള്ളപ്പോൾ ഇതിനാ ടോർച്ച്? രമണി, അതെ, ബാലിസാറിനോട് പറഞ്ഞിട്ട് കുറച്ച് പേരോട് വരാൻ പറഞ്ഞാലോ? എന്താ സഖാവേ? നിന്റെ അമ്മ ചതിച്ചു. സഖാക്കളെ, കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റവും നിർണായകമായ ചരിത്രപ്രധാനമായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ആയിക്കരയിൽ നേരിടാൻ പോകുന്നത്. ബൂർഷ്വാ ഫാസിസ്റ്റ് കക്ഷികളുടെ ചട്ടുകമായി മാറിയ ഒരു വർഗവഞ്ചകനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എതിരിടാനുള്ളത്. ഇന്ന് CDP സംസ്ഥാന കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനിച്ച ആയിക്കരയിലെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങ് ധീര രക്തസാക്ഷി സഖാവ് രാഘവന്റെ വീടിന് മുമ്പിൽ വെച്ച് നടത്തുവാനാണ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. രക്തസാക്ഷി സഖാവ് രാഘവന്റെ വിധവ സഖാവ് രാഗിണി രാഘവൻ.
നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവൻ നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് കടമ നിർവഹിക്കാനും എനിക്ക് ബാധ്യതയുണ്ട്. പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയായിരിക്കുമെന്നും എനിക്കറിയാം. ലാൽ സലാം. എന്ത് തോന്നുന്നു? സംഗതി പോസിറ്റീവ് അല്ലേ? അല്ല സാർ, അട്ടർ നെഗറ്റീവാണ്. അതെന്താടോ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ? ഓപ്പോസിറ്റ് അമ്മയല്ലേ, അതുകൊണ്ടായിരിക്കും. അമ്മയല്ല, ഓപ്പോസിറ്റ് അച്ഛൻ നിന്നാലും ഞാൻ ജയിക്കും സാർ. പിന്നെന്താടോ? NSPയുടെ മുഴുവൻ വോട്ടും എനിക്ക് കിട്ടിയ. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ ഉഴപ്പൊന്ന് അല്ലേ? അയ്യോ, ബാനു സാർ ഉഴപ്പൊന്നല്ല. NSPയുടെ മുഴുവൻ വോട്ടും ബാനു സാർ എതിർ പാർട്ടിക്ക് മറിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാമനുണ്ണി, മൂത്ത് നോക്കി പോക്കരുതെന്ന് പറയുന്നു. രാമനുണ്ണി, മര്യാദ വിടാതെ സംസാരിക്കുക. സോറി സാർ. ഞാൻ ജയിക്കുന്ന സാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ മാനുമായിട്ട് സംസാരിക്കട്ടെ. ചെല്ല്. ആ, പോട്ടെ. അതെ, തോറ്റാ പിന്നെ രാമനുണ്ണിയുടെ രാഷ്ട്രീയ ഭാവി. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാടോ. എന്താ താൻ ശ്രമിക്കൂലേ? അത് പിന്നെ പറയാനുണ്ടോ? പറച്ചിൽ കുറവും ചെയ്ത്ത് കൂടുതലും, അതാണ് വേണ്ടത്. എങ്ങനെ? അല്ല, താൻ വരുന്നില്ലേ ഫുട്ബോൾ കളിയാണ്? ആ, ബെസ്റ്റ്. നാളെ ഇലക്ഷൻ കൺവെൻഷനാ. ഒരുപാട് പണി ബാക്കി കിടക്കുക. അതിനിടയിൽ ഈ ഫുട്ബോൾ വേണോ? വാ. നാളെയല്ലേ കൺവെൻഷൻ? ഇന്ന് കളിയുടെ ഫൈനലാടോ. ഏറനാട് സ്റ്റാലിയൻസിന് വേണ്ടി മുമ്പ് ഞാൻ കളിച്ചിട്ടുള്ളതാ. താനൊന്ന് ഫ്രഷായി നിൽക്ക്, ഞാൻ വന്ന് കൂട്ടിക്കോളാം. ഓ, അപ്പം ഞാൻ റെഡിയായിരിക്കാം. പ്രിയമുള്ള ഫുട്ബോൾ പ്രേമികളെ, ചേമ്പാറ മൈതാനിയിൽ കാൽപന്ത് കളിയുടെ രാജാക്കന്മാരുടെ ഉജ്ജ്വല പോരാട്ടത്തിന് അല്പനിമിഷങ്ങൾക്കകം തുടക്കമാകുവാൻ പോകുന്നു. ഇന്നത്തെ വാശിയേറിയ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ഏറനാട് സ്റ്റാലിയൻസും മലപ്പുറം ഡെൽറ്റ ഫോഴ്സും. ടീമംഗങ്ങളെ പരിചയപ്പെടുന്നത് പ്രമുഖ വ്യവസായിയും പാലക്കാട് ഫുട്ബോൾ ലീഗിന്റെ രക്ഷാധികാരിയുമായ ശ്രീ ടോമിക്സൺ അവറുകൾ. ഞങ്ങളുടെ സീറ്റ് പോലീസുകാർ അലോട്ട് ചെയ്തിരിക്കുന്നു. ഞങ്ങളും കാശ് കൊടുത്തിട്ടല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. പോലീസുകാരോ? എവിടെ ആ ചാട്ടം എടുത്തേ? എന്റെ ചന്ദ്രേട്ടാ, അത് നോക്കിയിട്ട് ഒരു കാര്യമില്ല. DVSP പോൾസൺ സാർ പറഞ്ഞിട്ടാ നമ്മുടെ രാമനുണ്ണിക്ക് കൂടെ വരുന്ന പോലീസുകാർക്ക് വേണ്ടി ഇട്ടേക്കുന്ന. അവരെ ഇരുത്തിയില്ലെങ്കിൽ കോടതി ലക്ഷ്യം ആവുമെന്ന്. എന്നെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങൾ ബേജാറാവണ്ട. എടോ, 2 അഡീഷണൽ സീറ്റ് റെഡിയാക്കി അവരെടുത്ത്. അത് തന്നെയല്ലേ ചന്ദ്രേട്ടാ ഞങ്ങൾ ചെയ്യാൻ നോക്കുന്നത്. അതിനിടയ്ക്ക് ബഹളം വെച്ചാൽ എങ്ങനെയാ? ചേട്ടാ വാ. 2 ദിവസമുണ്ടോ ആ ഹൈറ്റ് പേടിയിലെ മോളിൽ പോയിരിക്കും. ഫുട്ബോളിന്റെ ആവേശം കടലാക്കി മാറ്റി സ്ത്രീകളും കുട്ടികളും പ്രായഭേദമന്യേ മുഴുവൻ ബഹുജനങ്ങളും അടങ്ങും. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ ഫൈനൽ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിലെ കളി പറയുന്നത് ഏറനാട് സ്റ്റാലിയൻസ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും കേരള ടീമിന്റെ സെന്റർ ഫോർവേഡുമായിരുന്ന നമ്മുടെ മുൻ MLA രാമനുണ്ണി അവറുകളാണ്. ചേട്ടാ തുടങ്ങിക്കോ, വിളിച്ചിരിക്കും. തോക്കുമെന്നുള്ള കാര്യം ഉറപ്പായി. വെറുതെ അവിടെ അങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. തോന്നുന്നല്ല, ആർപ്പുവിളികളാ. സാറിന് കളിയും താല്പര്യമില്ല? പണ്ടുണ്ടായിരുന്നു, ഇപ്പോ പ്രായം ചെല്ലുന്തോറും അങ്ങനെ. സാർ, ഞാൻ ഫുട്ബോളാണ് ഉദ്ദേശിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളെ ആവേശം കൊള്ളിക്കുന്ന കളി ആരംഭിക്കുകയാണ്. ചോരപുരണ്ട കൈകളിൽ മൈലാഞ്ചിക്കറ വീണ ഏറനാടിന്റെ കരുത്തന്മാരുടെ ഉജ്ജ്വല പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. ചാട്ടുളി പോലുള്ള ഷോട്ടുകളും കുറിയ പാസുകളുമായി സ്റ്റാലിയൻസ് മഞ്ചേരിയുടെ നൗഷാദ്. അതെ, നൗഷാദാണ് എതിരാളികളുടെ ഗോൾ വലയത്തിലേക്ക് കുതിക്കുകയാണ് ഇപ്പോൾ. കാണികളിൽ ആവേശം തിരയിളക്കി ഇരു ടീമുകൾ കൊടുക്കാറ്റായി മാറുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കളി ഇങ്ങനെ കമന്ററി പറഞ്ഞു തീർക്കാതെ ഗാലറി പോയി കളി കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഗാലറിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങളുടെ സ്നേഹമുള്ള ഓരോ വോട്ടും എനിക്ക് തന്നെ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. രാമനുണ്ണിയാ കമന്ററി പറയുന്നത്. അയാൾ കേരള ടീമിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കളി ഞാൻ കണ്ടിട്ടുണ്ട്. പൗളിന്റെ ഉസ്താദാ. അന്നൊരു റെഡ് കാർഡ് കിട്ടി. ക്ഷണിക്കുകയാണ്. ഡെൽറ്റ ഫോഴ്സിന്റെ ഗോപിയുടെ പിഴവിനെ മുതലെടുത്തുകൊണ്ട് നൗഷാദിനെ ശക്തമായ ഡെൽറ്റ ഫോഴ്സ് ഗോളി ഡെസ്റ്റിൻ അതിസമർത്ഥമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. വീണ്ടും ഏറനാടൻ സ്റ്റാലിയൻസിന്റെ മുന്നേറ്റം 7-ാം നമ്പർ താരം ജാബിർ
സെക്കൻഡ് ഹാഫിൽ ഇവർ താങ്ങും. ഇപ്പോഴും നമ്മുടെ ഫൈനൽ മത്സരം കാണാനെത്തിയിരിക്കുന്നത് CDP സ്ഥാനാർത്ഥി സഖാവ് രാഗിണി രാഘവനാണ്. അവരെ ബഹുമാനപൂർവ്വം ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മളിങ്ങനെ ഓളം ഉണ്ടാക്കി വന്നാൽ മതിയായിരുന്നു. പക്ഷേ ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലല്ലോ. ജോറായിരിക്കും. ഞാൻ കമന്ററി പറയാൻ പോയപ്പോൾ കോലുതാൻ കേട്ടല്ലേ. കേട്ടു. പറ്റാത്ത പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞല്ലേ. മോഹൻ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് അടിച്ചോ? അയാൾക്ക് എവിടുന്ന ഹാർട്ട്? എന്ത് പറ്റിയത്? ആംബുലൻസ് വിളിക്കാൻ പറയൂ. സ്പോർട്സ് കൗൺസിലിലെ ഡോക്ടർമാരും ഇല്ലേ ഇവിടെ? ഒന്ന് മാറ്. എക്സ്ക്യൂസ് മീ. മാറ്. He shot. ആരോ വെടിവെച്ചതാ. വെടിവെക്കേ? ഈശോയെ, ഇനി ഇവിടുന്ന് കുഴപ്പാ. He's dead. ഫോഴ്സിലേക്ക് നേരെ വണ്ടി വീട്ടിലേക്ക് എടുക്കണം. ഈസി, ഇത് കളി വേറെയാ. ഇനി വീട്ടിൽ നിൽക്കണം. അപകട. ഡ്രസ് എടുക്കണം. വണ്ടി എടുക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായാലും ചിലപ്പോൾ നമ്മുടെ ഓഫീസ് കത്തിക്കും. നമ്മുടെ പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടാവും. നമ്മളെല്ലാവരും സംയമനം പാലിക്കണം. രാമനുണ്ണി, നാളത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിവെക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനം അറിഞ്ഞിട്ട് മതി ബാക്കി. പിന്നെ സൂക്ഷിക്കണം. താനാ ഗാലറിയിലുണ്ടായിരുന്നല്ലേ? ഇതവനാ, എനിക്ക് ഉറപ്പാ. ഇത് ചെയ്തത് രാമനുണ്ടിയാ. എന്താ? ഒരാഴ്ച മുമ്പ് എന്റെ നേരെ തോക്ക് ചൂണ്ടി ഓൻ പറഞ്ഞതാ ഇതുപോലെ മോഹന്റെ നേരെ ചൂണ്ടും, അത് പൊട്ടിക്കാനായിരിക്കുന്നത്. ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ തന്നെ. സർ, ദീപക്, പ്രൊട്ടക്ഷനുള്ള PC വിളിച്ച് രാമനുണ്ണി എവിടെയാണെന്ന് അറിയാം സർ. അയാൾക്ക് പ്രൊട്ടക്ഷനുള്ള സഫീഷ്യന്റ് ഫോഴ്സ് അറേഞ്ച് ചെയ്യണം റൈറ്റ് നൗ സർ. എന്ത് വന്നാലും ആൾക്കൂട്ടം ഈ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ നിങ്ങളുടെ ആൾക്കാർ നോക്കണം. ഫോഴ്സ് വരുന്നത് വരെ, ഇല്ലെങ്കിൽ ഉള്ള എവിഡൻസ് നഷ്ടപ്പെടും. ഈ 3 ഗാലറികളുടെ റിസർവേഷൻ ചാർജ് ഉടനെ കളക്ട് ചെയ്യണം സർ. കളി കവർ ചെയ്ത ചാനലുകാരുടെ മുഴുവൻ ഫുട്ടേജും ഇന്ന് തന്നെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം സർ. ദീപകെ സർ, ഉടനെ ഇലക്ഷൻ കമ്മീഷനെ ഇൻഫോം ചെയ്തോളൂ സർ. റിസർവേഷൻ ചാർട്ട് നോക്കി ഈ ഗാലറിയിലുള്ളവരെ മാത്രം ഒരാളും ചോരാതെ ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്ത്. അപ്പൊ ഇലക്ഷൻ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടായാൽ ഇലക്ഷൻ മാറ്റിവെക്കും. ഭാനുവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല സാർ. കൊല്ലപ്പെട്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറിയാണ്. ആയിക്കര കത്തും. അഡീഷണൽ ഫോഴ്സ് സാറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അത് നന്നായി. അതെ, കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചുപേരെയും കൂടെ വിളിച്ചോ. ഇപ്പോൾ കിട്ടിയ വാർത്ത, അമ്പാടി മോഹനൻ കൊല്ലപ്പെട്ടു. കൊലപാതകം ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ. ആരും തന്നെ വെടിവെച്ച് കേട്ടിട്ടില്ല എന്നതിനാൽ സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ നിന്നാവാം വെടിയുതിർത്തത് എന്നാണ് പോലീസിന്റെ നിഗമനം.
സംഭവ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിലെ രാമനുണ്ണിയുടെ സാന്നിധ്യം CDP പ്രവർത്തകരിൽ സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതശരീരം പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഫോറൻസിക് വിദഗ്ധരുടെയും ബാലിസ്റ്റിക് വിദഗ്ധരുടെയും സാന്നിധ്യത്തിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ ഇന്ന് രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ CDP സംസ്ഥാന സെക്രട്ടറി P. സുഗതൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തകരുമായി ദുഃഖം പങ്കുവയ്ക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ്. ഇത് പാർട്ടി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. പാർട്ടി പ്രവർത്തകർ ആരിൽ നിന്നും തന്നെ വികാരപരമായ പ്രതികരണങ്ങൾ ഉണ്ടാകരുതെന്ന് കീഴ്ഘടകങ്ങളോട് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ സംസ്ഥാന വ്യാപകമായി തികച്ചും സമാധാനപരമായി ഹർത്താൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു. ബാലിസ്റ്റിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ സംഭവ സ്ഥലം വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ നിന്നും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായിട്ട് കാണാൻ കഴിയില്ല. ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അത്രയേറെ സൂക്ഷ്മതയോടെയാണ് കൊല നടത്തിയിരിക്കുന്നത്. സർ, ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പറയാനുള്ള കാരണം ഊഹാപോഹങ്ങൾ വെച്ച് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളൊന്നും മീഡിയ സ്പ്രെഡ് ചെയ്യുക. ഇലക്ഷൻ മാറ്റിവെക്കാൻ സാധ്യതയില്ലെന്ന്, യാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഹോം മിനിസ്റ്ററും പാർട്ടി സെക്രട്ടറിയും ഇലക്ഷൻ കമ്മീഷൻ ഉറപ്പ് കൊടുത്തു. അവർക്ക് കിട്ടിയ സഹതാപതരംഗം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഇലക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിണ്ടല്ലോ ചെയ്ത പണിയെല്ലാം വേസ്റ്റ് ആയി പോയനെ. എന്നാലും ഈ മോഹനെ ആരായിരിക്കും കൊന്നത്? കൊന്നത് മോഹനെ ആണെങ്കിലും ലക്ഷ്യം ഞാനാ TC. നല്ല നല്ല സുഖമുണ്ട്. ഒന്നുകൂടെ മുക്കിയോ? ഒന്നുകൂടെ. രാമണ്ണി ഇപ്പം ഞാൻ ഓക്കെ ആയി. ഇനി പറഞ്ഞോ. കൊന്നത് ആരായാലും എന്തിനായിരിക്കും കൊന്നത്? കൊല്ലാൻ വേണ്ടി. ഒന്നുകൂടി തലാനിച്ചേ. എടോ, ഞാൻ കഴിഞ്ഞ പിന്നെ മോഹനെ കൊല്ലാൻ വേണ്ടി ആർക്കൊക്കെ ആയിരിക്കും ഇത്ര കലിപ്പുണ്ടാവുക? അയാള് കുറെ പേരെ കൊല്ലിച്ചിട്ടുള്ളതല്ലേ. അവരുടെയൊക്കെ ആരെങ്കിലും ആയിരിക്കും. അവരാരെങ്കിലും ആണെങ്കിൽ സൈലൻസർ വെച്ച് തോക്ക് വെച്ച് ഇത്ര പ്ലാൻഡായിട്ട് കൊല്ലൂ? നാട്ടാചാരപ്രകാരം വെട്ടിയോ കുത്തിയോല്ലോ കൊല്ലൂ. എൻ്റെ തോക്ക് വെച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്തിരിക്കുന്നുണ്ട്. മോഹനെ കൊന്നത് കള്ളത്തോക്ക് ഉപയോഗിച്ചാണെന്നുള്ളത് ഉറപ്പാ. അപ്പൊ ഈ ബുള്ളറ്റ് സ്യൂട്ടാണേ? എടോ മന്ദബുദ്ധി, ഒരു .32 റിവോൾവറിലെ ബുള്ളറ്റ് ഏത് ബ്രാൻഡ് .32 റിവോൾവറിലും സൂട്ടാവും. കാറ്ററിംഗ് എല്ലാം സ്റ്റാൻഡേർഡ് സൈസാ. ഓഹോ, അപ്പൊ ഇത്ര ഉള്ളി ബാലിസ്റ്റിക്സ്. മോഹനെ കൊല്ലുകയും വേണം, എന്നെ പെടുത്തുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ ആവശ്യമുള്ളത് ആർക്കാ? രാമനുണ്ണി, താൻ പറഞ്ഞു വരുന്നത്? അവൻ തന്നെ, ഉദയഭാനു. വേറെ ആർക്കാടോ മോഹനോട് ഇത്ര ദേഷ്യം ഉണ്ടാവുക? വെട്ടിച്ചതറിച്ചിട്ട് മുറി കൂടി തിരിച്ചു വന്നില്ലേ? അപ്പോഴാണ് അവൻ്റെ തലയ്ക്ക് മീതെ കൂടി എന്നെ പ്രതിഷ്ഠിക്കുന്നത്. സഹിക്കാൻ പറ്റുമോ? ഇതവൻ തന്നെയാ, അതുറപ്പാ. ഒന്നെങ്കിൽ അവൻ, അല്ലെങ്കിൽ സുധി, അതും അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന്. ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ അന്ന് രണ്ടുപേരും ഉണ്ടായിരുന്നിരിക്കണം. ഉദയഭാനു ഗാലറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ റിസർവേഷൻ ചാർട്ട് പരിശോധിച്ചപ്പോൾ പോൾസൺ ദേവസി എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല? ഒന്നുകിൽ പോൾസിൻ്റെ അശ്രദ്ധ, അല്ലെങ്കിൽ ഉദയഭാനു സ്വന്തം പേരിലായിരിക്കില്ല സീറ്റ് റിസർവ് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ചാർട്ട്? അവരോടുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലേ? ചാനലിൽ വീഡിയോ ഉണ്ടാവില്ലേ? അതൊന്നും അല്ലെങ്കിൽ എത്രയോ പേര് സെൽഫിയും വീഡിയോ എടുത്തിട്ടുണ്ടാവും. അതിൽ നോക്കി അറിഞ്ഞൂടെ? ആരാടോ നോക്കേണ്ടത്? കിരീടെടുത്ത് എൻ്റെ തലയിലെടുത്ത് വെച്ചെന്നിട്ട് പോലീസ് മെഡലിൽ സ്വപ്നം കണ്ട് കുത്തിയിരിക്കുകയല്ലേ ആ DVSP പോൾസൺ ദേവസി. അജയ്, ഇവിടം വരെ. ടിൽ ഹിയർ. നെക്സ്റ്റ് എപ്പിസോഡ്. എവിടെ മുതൽ? ഫ്രം ദ ബിഗിനിങ്. പക്ഷേ ഇടയിൽ എന്നെ കുറിച്ചുള്ള കമന്റ്സ് സ്കിപ്പ് ചെയ്യണം. അതൊന്നും പറ്റില്ല. പ്രോഗ്രാമിന്റെ ജെനുവിനിറ്റി കൂട്ടുന്ന ഐറ്റമാ. നിന്റെ പേരൊന്നും പറയുന്നില്ലല്ലോ, പിന്നെന്താ? അത് ശരിയാ, പക്ഷെ അച്ഛന് ചിരിക്കാനുള്ള വകയാവോ? ചിരിക്കാനുള്ളതാണോ അതോ ആശ്വസിക്കാനുള്ളതാണോ? അവരുടെ കയ്യിൽ തോക്കുണ്ട്, അതെനിക്കറിയാം. എങ്ങനെ? ഉദയഭാനു എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞില്ലേ? അത് വെറും വാക്കുകൊണ്ടുള്ള വിരട്ടൽ മാത്രമായിരുന്നില്ല. സുധിയുടെ അരന്ന് തോക്കെടുത്ത് എൻ്റെ പക്കാവാരിക്ക് ചേർത്ത് വെച്ചിട്ടായിരുന്നു അവൻ്റെ ഡയലോഗ്. എടോ, ആ തോക്ക് താൻ ശ്രദ്ധിച്ചോ? അത് റിവോൾവർ ആണോ അതോ പിസ്റ്റളാണോ? അത് ഈ കാഞ്ചിയിൽ അമർത്തുമ്പോൾ ഒരു റൗണ്ട് തിരിയണ അതല്ലേ റിവോൾവർ? അപ്പൊ റിവോൾവറാ. എടോ,
താൻ അതിന്റെ കുഴലിന്റെ വാവട്ടം തുളയില്ലേ, അത് ശ്രദ്ധിച്ചോ? എന്റെ കയ്യിലുള്ള തോക്കിന്റെ ആ വലിപ്പുണ്ടോ തുളയ്ക്ക്? പിന്നെ പള്ളക്ക് തോക്ക് ചുണ്ടി പിടിച്ചിരിക്കുമ്പോ അതിനിടയിൽ ഞാൻ വിരലിട്ട് തുളയുടെ അളവെടുക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ഒരു കാര്യം ഉറപ്പാ, സറണ്ടർ ചെയ്യാത്ത സ്ഥിതിക്ക് ആ തോക്ക് കള്ളനാ. ശരി, അവരുടെ തോക്കും തൻ്റെ തോക്കും ഒരുപോലത്തെയാന്ന് വിചാരിക്കേ. നേരത്തെ ചോദിച്ചില്ലേ അടുത്ത് പോലീസ് ഉള്ളപ്പോൾ താനെങ്ങനെ വെടിവെക്കുമെന്ന്? അത് ഉദയഭാനുവിനും ബാധകമല്ലേ? ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് ഉറപ്പ്. അപ്പോൾ അയാളുടെ അടുത്ത് ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ താൻ ഉദയഭാനുവിനെ സംശയിച്ച പോലെ പോൾസനെ തന്നെ സംശയിക്കാമല്ലോ, ഇല്ലേ? ഈ പവനായനെ പോലെ കോട്ടും ജാക്കറ്റും ഒന്നും അല്ലല്ലോ, മുണ്ട് ഷർട്ട് ഇട്ടിട്ടല്ലേ ഇരിക്കുന്നത്. തോക്ക് പുറത്തെടുത്ത് അടുത്തിരിക്കുന്നവരും മുമ്പ് ഇരിക്കുന്നവരും ശ്രദ്ധിക്കില്ലായിരിക്കാം, പക്ഷെ പുറകിരിക്കുന്നവർക്ക് കാണാമല്ലോ. ഗാലറി അല്ലേ? ഇനി ഷൂട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. നേരെ മലയാള രമ്യയിലേക്ക് വിളിച്ചാൽ മതി. അവരാകുമ്പോൾ ചാർട്ട് അടക്കം കൃത്യമായിട്ട് വരച്ച് കയ്യിൽ തരും. ഉദയഭാനുവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെനിക്കും പറ്റൂലോ. ഒന്ന് ട്രൈ ചെയ്യാം. നീ ഇരുന്നേ. നീ ഉദയഭാനു. ഞാനാ ചെറ്റാവില്ല. എക്സാമ്പിള് ഞാൻ സുധി. സുധിയായിരിക്കുമല്ലോ ഷൂട്ട് ചെയ്തിരിക്കാൻ, അവനാണല്ലോ ഗൺമാൻ. ഇത് കോളയടക്കാൻ, അതായത് സൈലൻസർ. ഇതിങ്ങനെ കൈ പിടിച്ചാൽ ആരും സംശയിക്കില്ലല്ലോ, കോളയല്ലേ. സമയം ഒത്തു വന്നപ്പോ കോളയ്ക്കകത്തേക്ക് ഇടിപ്പിന്ന് തോക്ക്. ഈ കോളയടക്കാനെന്ന് പറഞ്ഞില്ലേ, അത് ഏത് കോള എന്ന് പറഞ്ഞു? റെഡ് ബുൾ, കൊക്കക്കോള, തംസപ്പ്? അത് നോക്കണം. എന്താ മോനെ, റെഡ് ബുൾ ആണെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയറാ. വാ നോക്കാം. എന്താ നീ കാര്യം? ഉദയഭാനു റെഡ് ബുൾ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അവനത് ഇല്ലാണ്ട് പറ്റില്ല. ഒരു ദിവസം മിനിമം ഒരു 5-6 കൂടി. അയാൾ ഗാലറിയിൽ ഇരിക്കണതിന്റെ ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അതിന് അവന്റെ കയ്യിൽ ആ റെഡ് ബുള്ളിന്റെ ക്യാൻ ഉണ്ടെങ്കിൽ. അതേസമയം ഗാലറിയിൽ നിന്ന് വേറെ കാലി റെഡ് ബുള്ളിന്റെ ക്യാനൊന്നും പോലീസിന് കിട്ടിയില്ലെങ്കിൽ അവന്റെ കൊതം കോട്ടുവായിടും. അയ്യേ, തനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ പറയാൻ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഞാൻ ഒരു ആവേശത്തിൽ പറഞ്ഞു മോശമായിരുന്നു. അത് കൊറാബറേറ്റ് ചെയ്യുന്ന 12 സാക്ഷികളുടെ മൊഴികൾ, സഫീഷ്യന്റ് ആൻഡ് കൺക്ലൂസീവ് എവിഡൻസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, ഈ തോക്കിൽ 2 പേരുടെ പാമ്പ്രിന്റുകളുണ്ട്, രാമനുണ്ണിയുടെയും തോമസ് ചാക്കോയുടെയും. ഇത് ഫസ്റ്റ് ക്ലാസ് ഗാലറിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ക്യാൻ. റെഡ് ബുൾ അല്ലേ? രാവിലെ തന്നെ ഡീറ്റെയിൽ നോട്ട് വക്കീലിന് മെയിൽ ചെയ്യണം. ഹൈക്കോടതിയിലേക്ക് ഇന്ന് തന്നെ മൂവ് ചെയ്യണം. കൂടി വന്ന 4 ദിവസം. ഈ 4 ദിവസം എന്നൊക്കെ പറഞ്ഞ സമയം എടുക്കുകയല്ലേ? ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മളൊരു വീഡിയോ ക്യാമറ എടുത്തിട്ട് രാമനുണ്ണി അതിന്റെ മുന്നിൽ നിന്ന് ഈ കാര്യമെല്ലാം വിശദമായിട്ട് പറയുന്നു. ബാക്കിൽ ഞാനുണ്ടാവും ഒരുറപ്പിനും. ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളുണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് പോൾസിനും മീഡിയക്കും എത്തിച്ചു കൊടുക്കുന്നു. ഈ LTT പ്രകാരം ബില്ലാതിനും ഒക്കെ ചെയ്തില്ലേ, ആ ഒരു ലൈൻ എങ്ങനെയുണ്ട്? താൻ അത്രയ്ക്ക് എന്നെ വളർത്തി വലുതാക്കല്ലേ TC. നമുക്ക് ലീഗലായിട്ട് തന്നെ പോവാം. ഓക്കെ പോയി എന്നാ ഞാൻ പോയി ഒരു പാക്ക് അടിച്ചിട്ട് വരാം. അതെ, ഉദയഭാനുവിനൊക്കെ ജയിലടയ്ക്കാൻ ഈ തെളിവൊക്കെ മതിയോ? അവനെ ശിക്ഷിക്കുമെന്നുള്ളതല്ല, നമ്മൾ രക്ഷപ്പെടാന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം. ക്രിമിനൽ കേസിൽ പ്രതി നിരപരാധിത്വം തെളിയിക്കൊന്നും വേണ്ട. പ്രോസിക്യൂഷൻ കേസിന് മുകളിൽ ഒരു ക്ലൗഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തന്നെ സംശയത്തിന്റെ ആനുകൂല്യം കിട്ടും. പിന്നെ ഉദയഭാനുവിനെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്താൻ ഇതൊക്കെ തന്നെ ധാരാളം. അപ്പൊ എനിക്ക് സമാധാനമായിട്ട് 4 കൂടെ അടിക്കാലോ? ഓക്കെ, ഇത് ഉദയഭാനുള്ള ഞാൻ മുതൽ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചു കൊടുത്തിട്ട് വരാം. എപ്പിസോഡ് നമ്പർ 4 തീർന്നല്ലേ? ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. തീർന്നില്ലടാ. ഇലക്ഷന്റെ തലേന്ന് പിടയ്ക്കാൻ ഒരു ടെയിൽ പഞ്ച് എപ്പിസോഡ് വേണം. ഐക്യരുടെ പുനോപുരപുത്രനും ജനപക്ഷ വികസനത്തിന്റെ ജനനായകനുമായ സുമേഷ് തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനമാണ് ഇപ്പോൾ ഈ വഴി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്തിനാ വണ്ടി എടുത്തത്? ഇന്ന് 7 മണിക്ക് കരിമുക്ക് പ്രസംഗം കേട്ടാൽ അച്ഛൻ പോയി പ്രസംഗിച്ചാൽ മതി. എനിക്ക് രാമനുണ്ടെ പരിപാടി. ഇപ്പൊ പാർട്ടിക്കും പോൾസിനും അറിയാം ഞാനല്ല ഇത് ചെയ്തതെന്ന്. പക്ഷെ ഇലക്ഷൻ കഴിയുന്നവരെ തൽക്കാലം ഇതെന്റെ തലയിൽ ഇരിക്കട്ടെ എന്നാണെങ്കിലോ. അല്ല, ഞാനെങ്ങാനും ജയിച്ചാലോ? കള്ളിയൊന്നുമല്ല, പക്ഷെ കെട്ടാൻ പറ്റിയ ടൈപ്പ് അല്ല രാമണ്ണി. താൻ വേണേ ടൈം പാസിനൊന്ന് വളച്ചു. അത് വളച്ചു കഴിഞ്ഞാൽ അവള് തന്നെ വിടില്ല. താൻ തന്നെ നൈസായിട്ട് ഒരുക്കണം. അതാ ബെസ്റ്റ്. അത് ഞാൻ ആ ഏരിയ ഒന്ന് പിടിച്ചു. ഒരു സ്പെഷ്യൽ പ്രോഗ്രാം, കനൽ വഴിയിലെ പ്രണയ നനവ്. ഒന്ന് പോടോ. വേണ്ട, ഇനി അങ്ങനെയല്ല, അത് സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നെങ്കിൽ
ഈ പോൾസൺ ദേവ്സ് എന്തൊരു പൊട്ടനാ. രണ്ട് പോലീസുകാർ അപ്പുറം ഇപ്പുറം ഇരിക്കുമ്പോ ഞാൻ സൈലൻസർ വെച്ച തോക്കെടുത്ത് പൂശി. അയാൾ വെറും വെകിളി വാസു. ഇനി ഞാനാണ് പൊട്ടിച്ചത്. ഒരു ബുള്ളറ്റ് ഫില്ല് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ലാണ്ട്